ഹായ് ഓൾ, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. മക്കളെ, നമ്മളെ NSE-JS എക്സാമിന് ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് മുമ്പിലുള്ളത്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പറേഷൻ കാര്യങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിക്കൊണ്ട് തന്നെ ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഏതെങ്കിലുമൊക്കെ കോൺസെപ്റ്റുകൾ മിസ്സായി പോയിട്ടുണ്ടോ എന്ന് കറക്റ്റ് നമുക്ക് സെൽഫ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ നിലക്ക് നമ്മളിതാ ഒരു കെമിസ്ട്രിയിലെ ഒരു പുതിയ ചാപ്റ്റേഴ്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നല്ല ടഫുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഇതൊരിക്കലും ഈസി ആവൂല. The name of the chapter is particle nature and basic unit എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ മോൾ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ മോൾ കൺസെപ്റ്റ് പറഞ്ഞാൽ കുറച്ചും കൂടി മാത്തമാറ്റിക്കൽ റിലേറ്റഡ് ആണ്, കുറച്ചും കൂടി കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ചോദ്യം കണ്ടു എന്ന് വിചാരിച്ചിട്ട് ഒറ്റയടിക്ക് എന്ത് ചെയ്യൂല, ആൻസറിലേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞോളന്നില്ല. കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഫുൾ ഐഡിയ കിട്ടുക. പക്ഷേ ഓരോ ക്വസ്റ്റ്യനുകൾ കാണുമ്പോഴും ഇത് യഥാർത്ഥത്തിലുള്ള എക്സാമിൽ വന്നാൽ ഞാൻ എന്താണ് ചെയ്യുക, എങ്ങനെയായിരിക്കും ആൻസർ കണ്ടെത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴേ ഒന്ന് ആലോചിക്കുക. സോ കയ്യിലൊരു പെൻ ആൻഡ് പേപ്പർ നിർബന്ധമായിട്ട് മുമ്പിൽ വെക്കണം. കാരണം കാൽക്കുലേഷൻസ് ഒരുപാട് ഉണ്ടാകും, അത് നമ്മൾ ചെയ്ത് നോക്കണം. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ വീഡിയോ പോസ് ചെയ്യുക, ആൻസർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മളിവിടെ എന്താകും, റെഡിയാക്കും. ഓക്കെ, പക്ഷേ ശ്രമിക്കാതിരിക്കരുത്. ഓൾവേസ് ട്രൈ ടു ഡു ദ പ്രോബ്ലംസ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാണ്, ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് നമ്മൾ പോവാണ്. ക്വസ്റ്റ്യൻസ് റെഡി ആയിട്ടിരുന്നോ, ആൻസർ പറയാൻ റെഡി ആയിട്ടിരുന്നോ, വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ആൻസർ പറഞ്ഞു. ഓക്കെ, ഹിയർ ദ ക്വസ്റ്റ്യൻ. 1 AMU ഈസ് ഡാഷ്. ഓപ്ഷൻ എ 1.00758 gram, ബി 0.000549, അതേപോലെ തന്നെ 1.6 into 10⁻⁻²4, 6.02 into 10⁻⁻23. ഇതിൽ ഏതെങ്കിലുമൊക്കെ വാല്യൂ കാണുമ്പോഴേക്കും എനിക്കറിയാമെന്ന് വിചാരിച്ചാണ് നേരെ കയറി കൊടുക്കരുത്. അപ്പോൾ ഈ വാല്യൂ കണ്ടാൽ നമുക്കറിയാം 6.022 into 10⁻23 ആണെന്ത്, അവോഗാഡ്രോ നമ്പർ ആണ്. ഇവിടെ 10⁻⁻23 എന്നാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ 1 AMU എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. ഒരു ആറ്റത്തിന്റെ മാസിനെ നമ്മൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് ഇത് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോർമലി നമുക്കറിയാം ഏതെങ്കിലും ഒരു പിന്നെ ഹോൾ നമ്പർ ആയിരിക്കും നമ്മൾ ഹൈഡ്രജൻ 1, കാർബൺ 12, ഓക്സിജൻ 16 എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്നുണ്ടാവുക. അതൊക്കെ ഒരു ഫുൾ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഹോൾ നമ്പർ ആണ് വരുന്നുണ്ടാവുക. ഹൈഡ്രജനെ ബേസ് ചെയ്തിട്ടായിരുന്നു അവിടെ നമ്മൾ അറ്റോമിക് മാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അറ്റോമിക് മാസ് യൂണിറ്റിൽ വളരെ സംതിങ് ഗ്രാം കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വാല്യൂ പറയാൻ സാധിക്കും. ഓക്കെ, യെസ്. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആൻസർ ചെയ്ത് നോക്കിയോ? ആൻസർ ചെയ്ത് നോക്കിയിട്ട് എന്താണ് കറക്റ്റ് കിട്ടിയത്? ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ സി ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടാവുക. ഇതെങ്ങനെ ചെയ്യാന്നറിയോ? അപ്പൊ നമുക്കറിയാം അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് 1 AMU എന്ന് പറയുന്നത് 1 AMU is equal to കാർബൺ 12 ആറ്റത്തിന്റെ 1/12th മാസിനെ വിളിക്കുന്ന പേരാണെന്ത്, 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്നുള്ളത്. ഓക്കെ, പക്ഷെ നമുക്കറിയാം ഓപ്ഷനിൽ ഇങ്ങനത്തെ ഒരു കാര്യമേ ഇല്ല. നേരെ മറിച്ച് എന്താണുള്ളത്, മുഴുവൻ ഗ്രാമിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാം ആക്കി മാറ്റണം. ഇതിനെ ഗ്രാം ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം കാർബൺ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, അപ്പൊ ഞാൻ 1 മോൾ കാർബൺ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മാസ് എന്ന് പറയുന്നത് 12 ഗ്രാമിന് ഈക്വൽ ആയിരിക്കും അല്ലെ. GAM ഗ്രാം അറ്റോമിക് മാസിന് യൂണിറ്റ് ആയിരിക്കും 1 മോൾ കാർബൺ എന്ന് പറയുന്നത്. 1 മോൾ കാർബൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവോഗാഡ്രോ നമ്പർ ആണ്. 6.022 into 10⁻23 കാർബൺ ആറ്റങ്ങളുടെ മാസ് ആണ് ഇത് ഈ പറഞ്ഞ 12 ഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഞാൻ 1 കാർബൺ ആറ്റത്തിന്റെ മാസ് കാണുകയാണ്. സ്വാഭാവികമായിട്ടും അവോഗാഡ്രോ റൈറ്റ് സൈഡിലേക്ക് പോകും. 12/6.022 into 10⁻23 എന്നാണ് വരിക. ഇതാണ് ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ്. പക്ഷെ നമുക്കറിയാം 1 AMU എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റത്തിന്റെ 1 കാർബൺ ആറ്റത്തിന്റെ 1/12th മാസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ ഈ വാല്യൂവിനെ 1/12 കൊണ്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ ചെയ്യണം. ഓക്കെ, അതായിരിക്കും എന്തിന്റെ ആൻസർ, 1 AMUന്റെ ആൻസർ. സോ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ 12/6.022 into 10⁻23. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, 1/12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സ്വാഭാവികമായിട്ടും 12ഉം ക്യാൻസൽ ചെയ്ത് പോകും. 1 അവോഗാഡ്രോ നമ്പർ കിട്ടും. 1 അവോഗാഡ്രോ നമ്പറിന്റെ ആൻസർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ 1.66 into
10 raised to minus 24 എന്ന് വരുന്നത് അല്ലേ. ഇവിടെ ആയിരിക്കും ബാക്കി ഉണ്ടാവുക 1/6 പോയിന്റ്. 1/6 കഴിഞ്ഞാൽ എന്ത് വാല്യൂ കിട്ടും? 0.16 എന്ന് വാല്യൂ കിട്ടും. ഓക്കെ, അത് സ്വാഭാവികമായിട്ടും നമ്മൾ 1.66 ആക്കുമ്പോൾ ഈ 10 raised to 23 എന്താകും? മുകളിലേക്ക് വരും. അത് 10 raised to minus 23 ആകും. അങ്ങനെ എന്ത് ആൻസർ കിട്ടുന്നുണ്ടാകും? 1.66 into 10 raised to minus 24 എന്ന് നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. അപ്പൊ നമ്മൾ ചെയ്തു നോക്കണം. ഈ പറഞ്ഞ പോലെ 1/1 അവോഗാഡ്രോ എന്ത് ചെയ്യണം? ചെയ്തു നോക്കി ഈ പറഞ്ഞ 10 raised to 23 ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 23 മുകളിലേക്ക് വരുമ്പോൾ എന്താകും? ഈ പറഞ്ഞ -23 ആയിട്ട് മാറും. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഓപ്ഷൻ സി ആണെന്ന് എന്ത് ചെയ്യുന്നത്? കൺഫേം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8 gram of oxygen at NTP contains. ഓക്കെ, NTP means normal temperature and pressure എന്നുള്ളതാണ്. ഇറ്റ് ഈസ് സെയിം ആസ് STP. STPയുടെ അതേ മറ്റൊരു ടേം ആണ് എന്ത്? ഈ പറഞ്ഞ NTP എന്ന് പറയുന്നത്. എങ്കിൽ 8 gram ഓക്സിജൻ എത്രയായിരിക്കും അതിന്റെ at NTP which will be equal to 1.5 into 10 raised to 23 molecule, 3 into 10 raised to 23 molecule, 6.023 into 10 raised to 23 molecule, 1.5 into 10 raised to 22 molecule. ഓക്കെ, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. ഇത് ഏത് വാല്യൂവിന് ഈക്വൽ ആണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഓപ്ഷൻ നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആയിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. വളരെ സിമ്പിൾ ആണ് ഇത് കാര്യങ്ങൾ എന്ന് പറയുന്നത്. 8 gram ആണ് തന്നത്. 8 gram. ഓക്കെ, 8 gram ആരെ കുറിച്ചാണ് പറയുന്നത്? നമ്മള് ഓക്സിജനെ കുറിച്ചാണ് പറയുന്നത്. ഓക്സിജൻ എന്ന് പറയുമ്പോൾ O2, ഓക്സിജന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 32 ആണ് അല്ലെ. 32 gram ആണ് അതിന്റെ മോളിക്കുലാർ മാസ്, അല്ലെങ്കിൽ GMM ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഗ്രാം മോളിക്കുലാർ മാസ് ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ എത്ര തന്നത്? മാസ് തന്നിട്ടുണ്ട് 8 gram. ഓക്കെ, നമുക്കറിയാം മോള് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 8 gram ഡിവൈഡഡ് ബൈ ഇതിന്റെ GMM അഥവാ 32 gram ഗ്രാം മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1/4 എന്ന് ആൻസർ കിട്ടി. ഓക്കെ, 1/4. ഇത് നമുക്ക് മോളെ കിട്ടിയിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ എന്താ തന്നത്? അതിന്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് തന്നത്. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഗിവൺ ഡാറ്റ എന്താണ് ഫൈൻഡ് ചെയ്യേണ്ട ഡാറ്റ, അതിൽ ഏതൊക്കെ പോയിന്റ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ തന്നത് മാസ് തന്നിട്ടുണ്ട്, എന്നിട്ട് മോള് കണ്ടുപിടിക്കാനല്ല, മോളിക്യൂൾസ് ഫൈൻഡ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. അപ്പോൾ 1/4 മോൾ എന്നാണ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അത് നമ്മൾ മോളിക്യൂളിലേക്ക് മാറ്റുമ്പോൾ 1/4 into അവോഗാഡ്രോ നമ്പർ എന്ന് വരും. ഓക്കെ, 1/4 into അവോഗാഡ്രോ നമ്പർ എന്ന് പറയുമ്പോൾ എത്ര വരും? ഈ പറഞ്ഞ 6.022 into 10 raised to 23 അതാണ് അവോഗാഡ്രോ നമ്പർ ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ഓക്കെ, നമുക്ക് 1/4ന്റെ 6.022ന്റെ 1/4 അല്ലെങ്കിൽ അതിനെ 0.25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? ഈ പറഞ്ഞ രൂപത്തിൽ എത്ര കിട്ടും ആൻസർ? 6ന്റെ ഹാഫ് 3.011. 3.011ന്റെ ഹാഫ് 1.5 അല്ലെ. 1.5 അല്ലെ. അപ്പൊ എത്ര കിട്ടി? 1.5 into 10 raised to 23. 1.5 into 10 raised to 23 ഈ പറഞ്ഞ ഓക്സിജൻ മോളിക്യൂൾസ് ആയിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും അല്ലേ. ഇതിലും വലിയ കാര്യങ്ങളില്ല, സിമ്പിൾ നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഇക്വേഷനിൽ ഒന്ന് അപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്കറിയാം മോള് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. മോളിൽ നിന്നും മോളിക്യൂൾ കാണാൻ അവോഗാഡ്രോ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ അതിന്റെ ആൻസറും കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് സൾഫർ ആർ പ്രസന്റ് ഇൻ 64 gram ഓഫ് സൾഫർ? സൾഫർ നമുക്കറിയാം മോളിക്യൂൾ ആകുമ്പോൾ S8 എന്നാണ് വരിക അല്ലെ. പോളി അറ്റോമിക് മോളിക്യൂൾ ആണ് ആര്? സൾഫർ എന്ന് പറയുന്നത്. അപ്പൊ എത്ര മോളിക്യൂൾസ് ഉണ്ടാകും എന്നാണ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. ഗിവൺ ഡാറ്റ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ മാസ് തന്നിട്ടുണ്ട്. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് കണ്ട് മക്കളെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചാടാ. വീഡിയോ പോസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ അതേ മെത്തഡുകളൊക്കെ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ളത്. പെട്ടെന്ന് ആൻസറിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട്. ഓക്കെ, ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻസർ കിട്ടിയപ്പോൾ ഏതാ ചെയ്തിട്ടുണ്ടാവുക? യെസ്, എങ്ങനെ ചെയ്യുന്നുണ്ടാവുക? നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ 64 gram ആണ്. 64 gram ആണ് അതിന്റെ മാസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സൾഫറിന്റെ മോളിക്കുലാർ മാസ് S8 ആണ്. സിംഗിൾ സൾഫർ ആറ്റത്തിന്റെ സിംഗിൾ അറ്റോമിക് മാസ് എത്രയാണ്? 32. അറ്റോമിക് നമ്പർ 16 ആണ്. അതിന്റെ ഡബിൾ ആണ് മോളിക്കുലർ മാസ് ആയിട്ട് അറ്റോമിക് നമ്പർ 16 ആണ്. അതിന്റെ ഡബിൾ ആണ് അതിന്റെ അറ്റോമിക് മാസ് ആയിട്ട് വരിക. ഒരു സിംഗിൾ സൾഫർ ആറ്റം 32 ആണ്. ദർ ആർ 8 സൾഫർ ആറ്റംസ്.
സോ 8 into 32 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും അല്ലെ? ഈ പറഞ്ഞ രൂപത്തിൽ 32 into 8 അല്ലെ 16 കിട്ടും. 38 എത്രയാണ്? 24 ആണ്. 24 256 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. 256 ആണ് എന്ത് അതിന്റെ മോളിക്യുലാർ മാസ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഗിവൺ ഡാറ്റ് എത്രയാണ്? 64 ഡിവൈഡഡ് ബൈ, നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, അതിനെ മോള് കാണാം. ഏത് കിട്ടുകയാണെങ്കിലും ആദ്യം മോളിക്ക് മാറ്റുക, എന്നിട്ട് മോളിക്യൂളിലേക്ക് മാറ്റിയാൽ മതി. 256 എന്ത് കിട്ടും? 64 256 പറഞ്ഞാൽ എത്രയാണ്? 4 ടൈംസ് ആണ്. 64 128 128 ഡബിൾ 256. സോ ആൻസർ എന്ത് വരും? 1/4 എന്ന് വരും. ഓക്കെ, 1/4 ആണെന്ത് ഇവിടുത്തെ അതിന്റെ മോൾ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ എന്താ? മോളിക്യൂൾസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1/4 into അവോഗാഡ്രോ ചെയ്താൽ മതി. നമുക്ക് ആൻസർ എന്ത് കിട്ടും മക്കളെ? ആൻസർ എന്ത് കിട്ടും? നേരത്തെ സെയിം തന്നെ 1.5 into 10⁻23. നേരത്തെ ചെയ്തവർക്ക് അതേ മെത്തേഡിൽ തന്നെയുള്ള നെക്സ്റ്റ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചെയ്യണമെന്ന് പ്രത്യേകം ചെയ്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടാവുക. ഓക്കെ, molecular mass of oxygen is 32 AMU atomic mass unit and gram molecular mass of oxygen is. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്സിജന്റെ മോളിക്കുലാർ മാസ് 32 ആണ് എങ്കിൽ ഡൈ ഓക്സിജന്റെ ഈ പറഞ്ഞ GMM ഗ്രാം മോളിക്കുലാർ മാസ് എന്താണ്? യെസ്, ആൻസർ എത്ര ആയിരിക്കും വരുന്നുണ്ടാവുക? ഓഫ് കോഴ്സ് 32 ഗ്രാം തന്നെ. എന്തുകൊണ്ട്? എടാ 32 എന്ന് പറയുന്നത് അതിന്റെ O2 അല്ലെ മോളിക്കുലാർ മാസ് അല്ലേ? ഡൈ ഓക്സി എന്ന് പറഞ്ഞാലും സെയിം തന്നെ അല്ലേ? O2 അല്ലേ? ഓക്സിജൻ ആറ്റം ആകുമ്പോഴാണ് 16. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി ആയിരിക്കും വരിക. ഇത് ഓക്സിജൻ ആറ്റത്തിന്റെ ആറ്റമാകുമ്പോൾ എന്താ വിളിക്കുക? ഗ്രാം മോളിക്കുലാർ എന്ന് വിളിക്കൂല, നേരെ മറിച്ച് ഗ്രാം അറ്റോമിക് മാസ് ആണ് വരിക അല്ലെ? ഇതേതായിരിക്കും വരുന്നുണ്ടാവുക? നമ്മൾ 2 ഓക്സിജൻ മോളിക്യൂൾസിന്റെ മാസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇതാണ് സിംഗിൾ ഓക്സിജൻ മോളിക്യൂളിന്റെ മാസ്. ഇവിടെയും ഈ പറഞ്ഞ രൂപത്തിൽ ഗ്രാമിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്ത് വരും? ഇത് നമുക്കറിയാം, ഒരു സിംഗിൾ ഓക്സിജന്റെ മാസ് ഇതേ രൂപത്തിൽ തന്നെ ഗ്രാം അറ്റോമിക് മാസ് പറയുമ്പോൾ ഗ്രാമിൽ 16 ഗ്രാം ആയിരിക്കും വരുന്നുണ്ടാവുക. റെഡി? അപ്പൊ ഈ രൂപത്തിൽ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. എ ഗ്ലാസ് ബൾബ് ഓഫ് 1 liter capacity contains 4 gram methane. 4 gram methane ആണ്. The bulb is so as to burst out if the pressure exceeds just 10 atm. The temperature at which the pressure of gas reaches bursting point is close to dash. Given R-ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.0821 നമുക്കറിയാം ലിറ്റർ അറ്റ്മോസ്ഫിയർ K ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. ഓക്കെ, അപ്പൊ ഇത് R-ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചത് അതിന്റെ ടെമ്പറേച്ചറിനെ കുറിച്ചാണ് ചോദിച്ചത്. പ്രഷർ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ 1 liter വോള്യം തന്നിട്ടുണ്ട്, അതേപോലെ ഏത് സബ്സ്റ്റൻസ് ആണ് എടുത്തിട്ടുള്ളത് 4 gram മീഥേൻ എന്ന് അതും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഏത് ഇക്വേഷനുമായി റിലേറ്റഡ് ആയിരിക്കും മക്കളെ? യെസ്, ഓഫ് കോഴ്സ് നമ്മൾ അതിന്റെ ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ PV = nRT ആയിരിക്കും വരുന്നുണ്ടാവുക. PV = nRT. PV നമുക്കറിയാം പ്രഷറാണ്, വോള്യൂമാണ്, നമ്പർ ഓഫ് മോൾസ് ആണ്, മോളാണ്. അതേപോലെ R നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആരാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ആളുകൾ നോക്കിയാൽ മതി. പ്രഷർ തന്നിട്ടുണ്ട്. എത്രയാണ് പ്രഷർ എന്ന് പറയുന്നത്? പ്രഷർ 10 atm ആണ് അല്ലെ? അതേപോലെ തന്നെ അതിന്റെ വോള്യം തന്നിട്ടുണ്ട്. എത്ര വോള്യം ആയിരുന്നു? വോള്യം എത്രയാണ്? 1 liter ആണ് അല്ലെ? 1 liter ആണ്. ഇനി നമ്മൾ PV ആയി. ഇനി N നമ്പർ ഓഫ് മോൾ ആണ് കാണേണ്ടത്. നമ്പർ ഓഫ് മോൾ കാണുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഏതാ ഇക്വേഷൻ? മാസ് ഡിവൈഡഡ് ബൈ GMM അല്ലെങ്കിൽ മോളാർ മാസ്. ഓക്കെ, എത്ര ഗ്രാം ആണ്? 4 gram മീഥെയിൻ. അപ്പൊ നമുക്കറിയാം 4 gram ഗിവൺ മാസ് തന്നിട്ടുണ്ട്. മീഥെയിനിന്റെ മോളിക്കുലാർ മാസ്, മീഥെയിൻ എന്ന് പറയുമ്പോൾ CH4 ആണ് മക്കളെ. 1 കാർബൺ ഉണ്ട്, there are 4 ഹൈഡ്രജൻ, ടോട്ടൽ 16. ഓക്കെ, അപ്പൊ എത്ര വരും? 1/4 അല്ലെങ്കിൽ 0.25 ആയിരിക്കും N-ന്റെ വാല്യൂ ആയിട്ട് ഉണ്ടാവുക. അപ്പൊ PV = N കിട്ടി. ഇനി R ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ് R വരുന്നുണ്ടാവുക? നമുക്കറിയാം 0.0821 ആണ്. 0.0821 ആണ്. ഇനി T, അതാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇക്വേഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക PV = nRT നമ്മൾ ചെയ്യുന്നു. ടെമ്പറേച്ചർ മാത്രം അവിടെ വെച്ച് കഴിഞ്ഞാൽ PV/NR ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. സോ P എത്രയാണ്?
10 ആണ്. 10 ഇൻറ്റു വോളിയം എത്രയാണ് 1 ആണ്. ദെൻ ഡിവൈഡ് ബൈ NR അഥവാ 0.821 ആൻഡ് ആറും കൂടി ആഡ് ചെയ്യണം. 0.0821 നമുക്ക് എന്ത് കിട്ടി 6 കിട്ടി. എന്നിന്റെ വാല്യൂ ഇൻറ്റു 0.25. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോൾ 10 ഡിവൈഡഡ് ബൈ ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിന്റെ ഫൈനൽ ആൻസർ എത്രയായിരിക്കും വന്നിട്ടുണ്ടാവുക? ഫൈനൽ ആൻസർ നമുക്ക് വന്നിട്ടുണ്ടാവുക 487.6 ആണ്. അപ്പൊ ഞാൻ ഈ സമയം കളയുന്നില്ല. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ചെയ്തു നോക്കുക. ഇതിന്റെ വാല്യൂ എന്ത് ചെയ്യുക, ചെയ്തു നോക്കുക. ഓപ്ഷൻ നേരത്തെ പറഞ്ഞ പോലെ ബി ആയിരിക്കും എന്ത് ചെയ്യുക ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. 487.6 കെൽവിൻ എന്നുള്ളത് ആ കെൽവിൻ ടെമ്പറേച്ചർ നമുക്ക് തരും കാണാൻ. അല്ലേ, ക്വസ്റ്റ്യൻ വലിയ ക്വസ്റ്റ്യൻ ഇരിക്കലല്ല. നമുക്ക് അറിയുന്ന PV = nRT എന്ന് പറയുന്ന ആ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വേഗത്തിൽ ആൻസറിലേക്ക് എത്തേണ്ടതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ബോയ് ഗിഫ്റ്റഡ് എ ഡയമണ്ട് റിംഗ് ടു ഹിസ് മദർ ഓൺ ഹർ വെഡിങ് ആനിവേഴ്സറി. അപ്പൊ നമ്മളെപ്പോഴല്ല, നല്ല കുട്ടിയാണ്. അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബോയ് അവന്റെ അമ്മയ്ക്ക് എന്ത് ചെയ്തു, ഒരു ഡയമണ്ട് റിംഗ് ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇഫ് ദിസ് ഡയമണ്ട് റിംഗ് കണ്ടെയ്ൻസ് 3 carat diamond, നമുക്കറിയാം 3 carat diamond ആ കൊടുത്തത്. ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഹി ഗിഫ്റ്റഡ് ടു ഹിസ് മദർ ഈസ്. അപ്പൊ ഭയങ്കര രസമായിരിക്കും അല്ലെ ഈ ഒരു ക്വസ്റ്റ്യൻ. റിയാലിറ്റി എന്ന് വെച്ച് നോക്കിയേ, അമ്മയ്ക്ക് എന്ത് ചെയ്യുന്നു, നല്ല ഡയമണ്ടിന്റെ എന്ത് ചെയ്യുന്നു, ഗിഫ്റ്റ് സമ്മാനിക്കുന്നു. എന്നിട്ട് അമ്മയോട് പറയുന്നു, അമ്മേ ഇതിൽ 3 carat ഡയമണ്ട് ആണ്, ഇതിൽ ഡാഷ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ട് എന്ന് പറയുമ്പോൾ കെമിസ്ട്രി അറിയുന്ന ആ സ്റ്റുഡന്റ് എന്തായിരിക്കും അവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഇവിടെ അറിയേണ്ട ഒരു പോയിന്റ് ഈ ക്യാരറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയേണ്ടി വരും അല്ലെ. അപ്പൊ ഇതിന്റെ ആൻസർ നമ്മൾ ചെയ്യുമ്പോൾ ഓപ്ഷൻ സി ആണ് വരിക. 3.01 × 10⁻22 എന്നാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ 1 carat എന്ന് പറഞ്ഞാൽ 200 milligram ആണ് എന്ന് പറഞ്ഞാൽ 0.2 gram ആണ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇത് വെച്ചിട്ട് വേണം ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ മക്കളെ, ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 caratന്റെ വാല്യൂ ആണ് തന്നത്. ക്വസ്റ്റ്യനിൽ എത്രയാണ് ഉള്ളത്? 3 carat ആണ്. നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. 3 carat എന്ന് പറയുമ്പോൾ 3 × 0.2 അല്ലെ. 1 carat 0.2 ആണ്. 3 carat ആകുമ്പോൾ 3 × 0.2 വരും. ടോട്ടൽ 0.6 gram കാർബൺ ആയിരിക്കും ടോട്ടൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയടാ, മാസ് കിട്ടി. ഇതായിരുന്നു നമുക്ക് അറിയാത്ത പോയിന്റ്. ക്യാരറ്റ് മാത്രമേ നമുക്ക് അറിയുള്ളൂ, അതിനെ നമ്മൾ മാസിലേക്ക് മാറ്റി. എടാ, മാസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആറ്റംസും മോളിക്യൂൾസ് കാണാനൊക്കെ വളരെ എളുപ്പമാണ് അല്ലെ. മാസ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, മോളായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഗിവൺ മാസിനെ അതിന്റെ അറ്റോമിക് മാസ് കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. 0.6 / 12 അഥവാ 6/120 എന്ന് കിട്ടും. 6/120 എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇവിടെ 1 വരും, ഇവിടെ 2 വരും, 1/20 ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലെ. 1/20 മോൾസ്, അത്രയും മോൾ ഉണ്ടാവും. ഇവിടെ മോളിനെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, മോളിക്യൂൾസ് ആകാം. ഈ കേസിൽ നമ്മൾ ആറ്റം ആണെങ്കിലും മോളിക്യൂൾ ആണെങ്കിലും സെയിം ആണ്. കാരണം അതിൽ സിംഗിൾ കാർബൺ മോണോ അറ്റോമിക് ആണ്. അപ്പൊ അതിന്റെ കേസിൽ ആറ്റംസ് എന്ന് എഴുതിയാലും അതേപോലെ മോളിക്യൂൾസ് എഴുതിയാലും ബോത്ത് ആർ എന്താണ്, സെയിം ആണ്. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈസ് ഈക്വൽ ടു, മോളിക്യൂൾ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കിട്ടിയ ഗിവൺ മോളിനെ 1/20 മോളിനെ നമുക്കറിയാം ഇതിന്റെ അവോഗാഡ്രോ നമ്പർ കൊണ്ട് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1/20 × അവോഗാഡ്രോ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യണം, ആ 0 അവിടെ വെക്കുക. ഹാഫ് × അവോഗാഡ്രോ എത്രടാ, ഹാഫ് × അവോഗാഡ്രോ 3.011. ഓക്കെ, ഇനി ഇവിടെ ഒരു 10 ഉണ്ട്, ഇവിടെ 10⁻23 ഉണ്ട്. 10 എന്ന് പറഞ്ഞാൽ 10⁻1 അല്ലെ. 10⁻1 എന്ന് പറഞ്ഞാൽ 10 എന്നല്ലേ. ഓക്കെ, ഈ 1ഉം ഈ 23 കൂടി ക്യാൻസൽ ചെയ്താൽ എത്ര കിട്ടും, ഇവിടെ 10⁻20 കിട്ടും. അപ്പോൾ 3.022 × 10⁻22 ആണ് എന്ത് ചെയ്യുക, ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. യെസ്, ഓപ്ഷൻ ഏതായിരിക്കും വരിക അല്ലെ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആണ്. 3.01 അഥവാ 011 × 10⁻22 ഓപ്ഷൻ സി ആണ് എന്ത് ചെയ്യുക, ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇവിടെ ചെയ്യണം, കാൽക്കുലേഷൻസ് അറിയണം, മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യണം, ചെയ്യുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുക, ആൻസറിലേക്ക് എത്തുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നമ്പർ ഓഫ് മോളിക്യൂൾ പ്രസന്റ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ ഈസ് ദ സെയിം അറ്റ് STP. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്താണ്, ഇവിടെ സെയിം ആണ്. ഇഫ് ദ വെയിറ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് 5.5 gram, then the weight of oxygen is dash. 5.5 gram കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അതിലെ എത്ര മോൾ ഉണ്ട്, അതിലെത്ര മോളിക്യൂൾ ഉണ്ട് നോക്കാം. വിച്ച് അതേ നമ്പർ ഓഫ് മോളിക്യൂൾ ആണ് ആർക്കും ഉണ്ടാവുക,
ഓക്സിജൻ ഉണ്ടാവുക. അപ്പോൾ ഓക്സിജന്റെ മാസ് എത്രയാണെന്ന് കണ്ടെത്താൻ പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഒന്ന് ഇരുന്ന് ചെയ്യണമെന്ന് മാത്രം. വേഗത്തിലൊന്ന് ആൻസർ ചെയ്ത് ഏതായിരിക്കും ആൻസർ കിട്ടുക എന്നുള്ളത് വേഗത്തിലൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ചെയ്ത് നോക്കുമ്പോൾ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും കിട്ടുക. 4 gram ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. നമ്മൾ നോക്കിയാൽ മതി. ഇതാ എത്ര എടുത്തതടാ? ഈ പറഞ്ഞ 5.5 gram കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. 5.5 gram കാർബൺ ഡൈ ഓക്സൈഡ്, ഇതാണ് അതിന്റെ ഗിവൺ മാസ്. മാസിന് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ മോളിക്യുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 5.5 × 10⁴ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 0.125 മോൾ എന്ന് കിട്ടും. എടാ 55 ഡിവൈഡഡ് ബൈ 440 ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് കാൽക്കുലേഷനിൽ ഞാൻ പോകുന്നില്ല. നമ്മൾ നോർമലി ചെയ്യുക. ആൻസർ 0.125 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഇത് മോളാണ്. ഈ മോളിനെ നമുക്കറിയാം അവോഗാഡ്രോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടും. ഓക്കെ, നമുക്കറിയാം ഇതെത്ര മോളാണോ അതേ നമ്പർ ഓഫ് മോൾ ആയിരിക്കും ആർക്കും വരുന്നുണ്ടാവുക. ഇത് നമുക്കറിയാം ആരുടെയാണ്? അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സെയിം നമ്പർ ഓഫ് മോള് തന്നെയായിരിക്കും അല്ലെങ്കിൽ മോളിക്യൂൾ തന്നെയായിരിക്കും ആർക്കും ഉണ്ടാവുക? ഓക്സിജനും ഉണ്ടാവുക അല്ലെ. ഇവിടെ ഓക്സിജന്റെ മാസ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. ഓക്കെ, ഞാനിവിടെ അവോഗാഡ്രോ കോമൺ ആണ് അല്ലെ. നമ്പർ ഓഫ് മോൾ ഇൻറ്റു അവോഗാഡ്രോ എന്നുള്ളത് രണ്ടും അത് കോമൺ ആയതുകൊണ്ട് അവോഗാഡ്രോ കൊണ്ട് ഇനി മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ കിടക്കട്ടെ. ഓക്കെ, അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ നമ്പർ ഓഫ് മോൾ കിട്ടി 0.125 മോൾ എന്നാണ്. 125 മോൾ വിച്ച് വിൽ ബി ഈക്വൽ ടു സെയിം നമ്പർ ഓഫ് ഈ പറഞ്ഞ ഓക്സിജന്റെയും സെയിം നമ്പർ ആയിരിക്കും മോൾ ഉണ്ടാവുക. അതിന്റെ മാസ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 0.125 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, 0.125 മോൾ ഓക്സിജൻ ഉണ്ട്. അപ്പൊ 0.125 മോൾ ഈസ് ഈക്വൽ ടു ഡാഷ് ഗിവൺ മാസ്. ഇവിടെ ചെയ്ത സെയിം സാധനം തന്നെ, ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ്. ഗിവൺ മാസ് എത്ര? ഗിവൺ ആയിട്ടില്ല, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് എന്നിടാം. ഓക്കെ, ഇനി ഈ പറഞ്ഞ ഓക്സിജന്റെ മോളിക്കുലർ മാസ് എത്രയാണ്? 32 ആണ് വരുന്നുണ്ടാവുക. 32 നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു ചെയ്യും. 0.125 ഇൻറ്റു 32 നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ആൻസർ 4 ആയിരിക്കും എന്ത് ചെയ്യുക അവിടെ ആൻസർ ഉണ്ടാവുക. അതായിരിക്കും അതിലെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ കാൽക്കുലേഷൻസ് എന്ത് ചെയ്യുക? നിങ്ങൾ ഒറ്റക്ക് ചെയ്ത് സ്പീഡ് ആവണം. അപ്പോഴാണ് ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ എക്സാംസിനൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുക. അപ്പോൾ ഇവിടെ കെമിസ്ട്രി മാത്രം അറിഞ്ഞാൽ പോരാ, ആ മാത്സും കൂടി കാൽക്കുലേഷൻ അറിയുമ്പോഴാണ് എന്ത് ചെയ്യുക? ഒന്ന് ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. 1 kilogram ഓഫ് aqueous യൂറിയ. യൂറിയ എന്ന് പറഞ്ഞാൽ CONH2 ട്വൈസ്, അതാണ് യൂറിയ അല്ലെ. നമുക്കറിയാം ഒരു ഫെർട്ടിലൈസർ ആണ്. അതിന്റെ സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. അതിന്റെ മോൾ ഫ്രാക്ഷൻ എത്രയാണ്? 0.2 ആണ്. വിച്ച് ഈസ് ഡൈല്യൂട്ടഡ് ടു 5 kilogram. അപ്പൊ 0.2 മോൾ ഫ്രാക്ഷൻ ഉള്ള 1 kilogram യൂറിയ ഉണ്ടായിരുന്നു. ഓക്കെ, അയാളെ നമ്മൾ 5 kilogramലേക്ക് എന്ത് ചെയ്തു? അത് ഡയല്യൂട്ട് ചെയ്തു. എങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ ഡയല്യൂട്ട് സൊല്യൂഷൻ എങ്കിൽ ഈ പുതിയ 5 kilogramലേക്ക് നമ്മൾ ഡയല്യൂട്ട് ചെയ്തപ്പോൾ ഉള്ള മോൾ ഫ്രാക്ഷൻ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻ ഉണ്ട്. 0.2, 4 × 10⁻², 0.029, 0.971. അപ്പൊ ഇതൊരു നല്ല ടഫുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറച്ച് ടൈം എടുത്തുവെച്ചാലേ ഇതിന് ആൻസർ എന്ത് ചെയ്യുള്ളൂ? കിട്ടുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ആ ആൻസറിലേക്ക് എത്തുക എന്നുള്ളത് എന്ത് ചെയ്യാം? നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം എടുക്കുന്നത് വെച്ചാൽ ഈ പറഞ്ഞ ലെറ്റ് us assume ടോട്ടൽ മോൾസ് ഓഫ് ഇനീഷ്യൽ സൊല്യൂഷൻ അഥവാ 1 kilogram ഉള്ള ആ സൊല്യൂഷന്റെ ടോട്ടൽ മോൾ എന്ന് പറയുന്നത് നമ്മൾ 1 ആണ്. ഇത് എന്തിനാ എടുക്കുന്നത് അറിയോ? നമുക്കറിയാം ഈ പറഞ്ഞ ഒരു സൊല്യൂട്ട് ഉണ്ടാകും, സോൾവെന്റ് ഉണ്ടാകും. ഇവിടുത്തെ സൊല്യൂട്ട് ആരാണ്? യൂറിയയാണ്. അയാളുടെ മോൾ ഫ്രാക്ഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 0.2. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. എങ്കിൽ റിമൈനിങ് മോൾ ഫാക്ടർ എത്രയായിരിക്കും? 0.8. കാരണം വെച്ചാൽ ഒരു സൊല്യൂഷന്റെ ടോട്ടൽ മോൾ ഫ്രാക്ഷന്റെ വാല്യൂ എത്രയായിരിക്കണം? 1 ആയിരിക്കണം എന്നുള്ളൊരു റൂൾ ഉണ്ട്. അത് ഓൾറെഡി കെമിസ്ട്രിയുള്ള റൂളാണ്. അപ്പോൾ 0.2ഉം 0.8 കൂടി ആയിട്ട് നമുക്കറിയാം വിച്ച് വിൽ ബി ഈക്വൽ ടു 1 മോൾ ആയിരിക്കും. ആ 1 മോൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന്റെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് വെച്ചാണ് ഇനി നോക്കുന്നത്. ഇനി നമുക്ക് നോക്കുന്നത് സൊല്യൂഷന്റെ മാസ് എത്രയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം യൂറിയന്റെ മാസ് നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ
തന്നിരിക്കുന്നതാണ് 0.2 മോളാണ് നമ്മൾ എടുക്കുക. കാരണം എന്തേ, ആ മോൾ ഫ്രാക്ഷൻ മറ്റേതും കൂടി ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ടോട്ടൽ 1 വരണമല്ലോ. അപ്പൊ ഇതേ നമ്പർ എന്ത് ചെയ്യാണ്, നമ്മൾ മോളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അപ്പൊ 0.2 യൂറിയയുടെ മോളിക്യുലാർ മാസ് 60 gram ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു യൂറിയ ആരാണ്, CONH2 ട്വൈസ് ആണ്. CO കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, NH2 അല്ലെ, NH2 ട്വൈസ്. ഓക്കെ, കാർബൺ നമുക്കറിയാം 12 ആണ്, ഓക്സിജൻ 16 ആണ്, നൈട്രജൻ 14 2 ഹൈഡ്രജന്റെ 2. അപ്പൊ ടോട്ടൽ 16 × 2 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടെ 12 വരും, ഇവിടെ 16 വരും, ഇവിടെ 16 × 2 32 എന്ന് വരും. 32 16 12 എല്ലാം കൂടി ആൻസർ എത്ര കിട്ടും മക്കളെ? നമുക്കറിയാം 60 എന്നായിരിക്കും അവിടുത്തെ ആൻസർ വരുന്നുണ്ടാവുക. അപ്പൊ ആ 60 മോളിക്കുലർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗിവൺ മാസ് അല്ലെ, നമ്പർ ഓഫ് മോള് കിട്ടാൻ വേണ്ടി മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്, ആ ഒരു സെയിം ഇക്വേഷൻ ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്തു, ഓൾറെഡി n നമുക്കറിയാം എത്രയാണ് 0.2, m നമുക്കറിയാം എത്രയാണ് 60. അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മാസ് കണ്ടുപിടിക്കണം. എത്രയാണ്, ഫൈൻഡ് ദ മാസ്. അപ്പൊ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് 12 gram എന്ന് കിട്ടി. ഓക്കെ, 12 gram എന്ന് ആൻസർ കിട്ടി. ഞാൻ കളർ എന്ത് ചെയ്യാം, ഒന്ന് മാറ്റാം. ഈ പറഞ്ഞ യെല്ലോ കളർ വെച്ചാണ് ഞാൻ എഴുതുന്നത്. നോക്കിക്കോ, 12 gram എന്ന് അവിടെ ആൻസർ കിട്ടി. ഇനി നമ്മൾ വാട്ടർ, അതിന്റെ സോൾവെന്റിന്റെ മാസ് കണ്ടുപിടിക്കുകയാണ്. സോൾവെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 0.8 ആണ് മോള്, 18 ആണ് അതിന്റെ മോളിക്കുലർ മാസ്. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ m കിട്ടും 14.4. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇതിന് ടോട്ടൽ രണ്ടും കൂടി മാസ് നമ്മൾ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ 12 14.4 ആണ്. അപ്പൊ എത്ര കിട്ടി, 26.4 gram എന്ന് കിട്ടി. പ്രോബ്ലത്തിൽ പറഞ്ഞത് എന്താണ്, ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് 1 kilogram സൊല്യൂഷൻ ആണ് പറഞ്ഞത്. 1 kilogram നമുക്ക് കിട്ടിയതോ, നമ്മൾ ചെയ്തത് 26.4. അപ്പൊ ഇതിനെന്ത് ചെയ്യണം, നമ്മൾ 1 kilogramലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ 1000നെ അഥവാ 1 kilogramനെ നമുക്ക് കിട്ടിയ ഈ വാല്യൂ ഉണ്ടല്ലോ 26.4, അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് ഡിവൈഡ് ചെയ്യുക. 1000 by 26.4 എന്ന് പറഞ്ഞാൽ 37.88 ആണ്. ഈ വാല്യൂ കിട്ടിയുള്ള ഗുണം എന്താ അറിയോ, ഈ 37.88നെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച വാല്യൂസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അഥവാ 37.88നെ നമ്മൾ നേരത്തെ പറഞ്ഞ എന്ത് ചെയ്തു, ഈ പറഞ്ഞ 12 കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ആൻസർ എന്ത് കിട്ടി, 454.6 കിട്ടി. 454. ഓക്കെ, വാല്യൂ നോക്കിട്ടോ. ഇതേപോലെ തന്നെ 37.88നെ 14.4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമ്മുടെ ആൻസർ 545.6 കിട്ടി. ഇതെന്തിനാ നമ്മൾ ചെയ്തത്, ഈ രണ്ട് വാല്യൂം കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടണം, 1 kilogram അഥവാ 1000 gram കിട്ടുന്നതാണ് അല്ലെ, കറക്റ്റ് അല്ലേ? 454.6 545.4 എല്ലാം കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടി, 1000 കിട്ടി. അപ്പൊ ഇവിടെ കിട്ടിയ വാല്യൂവിനെ 1000ലേക്ക് നമ്മൾ എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിന് ചെയ്തത് എന്താ, ആ 1000നെ ഈ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്തു. കിട്ടിയ വാല്യൂവിനെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തോളും, അത് 1000ലേക്ക് മാറിക്കോളും. ഇപ്പോഴാണ് നമുക്ക് മാസ് ഓഫ് ദ സൊല്യൂട്ടും മാസ് ഓഫ് ദ സൊല്യൂഷനും കിട്ടിയത്. എത്രയിന്റെ, 1 kilogramന്റെ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കിട്ടിയ മാസിനെ നമ്മൾ മോളിലേക്ക് കൺവേർട്ട് ചെയ്യണം. മാസ് എത്രയാണ്, 454.6. നമുക്കറിയാം യൂറിയന്റെ മാസ് നേരത്തെ ഓൾറെഡി പറഞ്ഞു 60 ആണ്. അതിന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 7.58 മോൾ എന്ന് ആൻസർ കിട്ടി. മോളിലേക്കാണ് കേട്ടോ കൺവേർട്ട് ചെയ്തത്. അതേപോലെ തന്നെ എന്ത് ചെയ്തു, വാട്ടറിനെയും അതേപോലെ തന്നെ. വാട്ടറിന്റെ ടോട്ടൽ മാസ് 545.4 ആണ്. അതിന്റെ മോളിക്കുലർ മാസ് ആയിട്ടുള്ള 18 കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 30.3 എന്നുള്ള മോള് കിട്ടും. രണ്ടുപേരും മോള് കിട്ടി. എന്തിനാ നമ്മൾ മോൾക്ക് മാറ്റിയത് മക്കളെ, മോൾക്ക് മാറ്റിയാലേ അതിന്റെ മോൾ ഫ്രാക്ഷൻ കിട്ടുള്ളൂ. അപ്പൊ മോൾ ഫ്രാക്ഷൻ കിട്ടണമെങ്കിൽ നമുക്കറിയാം മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു കോമ്പൗണ്ട്, സപ്പോസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ഈ പറഞ്ഞ എ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യല്, അതിന്റെ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ടോട്ടൽ മോൾസ് ഓഫ് കോമ്പണന്റ്. ഓക്കെ, ആ ഏത് കോമ്പണന്റിന്റെ നമ്പർ ഓഫ് മോൾസ് ആണോ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ അഥവാ അത് ഇവിടുത്തെ സൊല്യൂട്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി അവിടുത്തെ സോൾവെന്റ്.
അഥവാ ടോട്ടൽ സൊല്യൂഷന്റെ നമ്പർ ഓഫ് മോൾസും. ആ സെയിം സംഗതിയാണ് ഇവിടെ ഉള്ളത്. 7.58 അതാണ് യൂറിയയുടെ നമ്പർ ഓഫ് മോള് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ത് ചെയ്തു ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? 0.2 എന്ന് ആൻസർ കിട്ടും. അതാണ് മോൾ ഫ്രാക്ഷൻ ഓഫ് യൂറിയയുടെ ഇത് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ യൂറിയയുടെ 1 കിലോഗ്രാമിലുള്ള മോൾ ഫ്രാക്ഷൻ ആണ് 0.2. തീർന്നിട്ടില്ല. നമ്മളോട് എന്ത് പറഞ്ഞു? ഡയല്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. 5 കിലോഗ്രാമിലേക്ക് അഥവാ 5000 ഗ്രാമിലേക്ക് ഡയല്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ടോട്ടൽ മാസ് എത്രയാണ്? 5000 ആണ്. എങ്കിൽ യൂറിയയുടെ മാസ് അവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല. യൂറിയ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ആര് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ? ഈ പറഞ്ഞ സോൾവെന്റ് അഥവാ വാട്ടർ മാത്രമേ ആഡ് ചെയ്യുള്ളൂ. അതിന് നമ്മൾ ഡയല്യൂഷൻ എന്ന് വിളിക്കുക. അപ്പൊ യൂറിയന്റെ മാസ് നമുക്ക് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓൾറെഡി നേരത്തെ പറഞ്ഞ സെയിം മാസ് തന്നെ. എത്രയാണ് യൂറിയ നേരത്തെ എടുത്തത്? അല്ലെ, യൂറിയ നമ്മൾ നേരത്തെ എടുത്തപ്പോൾ ഈ പറഞ്ഞ എത്രയായിരുന്നു വാല്യൂ വന്നത്? മാസ് ഓഫ് ദ യൂറിയ എന്ന് പറയുന്നത് 454 ആണ് അല്ലെ, 454 ആണ്. ഈ 454.6 ആണ് ഈ പറഞ്ഞ യൂറിയ. അത് നേരത്തെ ഉള്ളത് സെയിം ആണ്. ഓക്കെ, അതിന്റെ മോൾ എത്രയാണ്? 7.58 ആണെന്ന് നേരത്തെ നമ്മൾ ഓൾറെഡി ഇവിടെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതുമേ ഇനി വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. എവിടെ നമ്മൾ മോള് മാറുന്നുണ്ടാവുക? വാട്ടറിന്റെ കാര്യത്തിലാണ്. കാരണം വാട്ടർ എത്രയാണ്? നമുക്കറിയാം. വാട്ടറിന്റെ എമൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ യൂറിയയുടെ മാസ് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. കാരണം ടോട്ടൽ മാസ് ആണ് 5000. അപ്പൊ 5000 മൈനസ് ഈ പറഞ്ഞ യൂറിയയുടെ മാസ് 454 ചെയ്തു, മൈനസ് ചെയ്തു. സോ നമുക്ക് ആൻസർ കിട്ടി ഈ പറഞ്ഞ രൂപത്തിൽ 4545 അല്ലെ, അതായിരിക്കും വരിക. ടോട്ടൽ 5000 ഉണ്ടല്ലോ, 454 മൈനസ് ചെയ്യുന്നുള്ളൂ. 4545.4 ഗ്രാം ആണ്. ഇതാണ് എന്ത്? മാസ് ഓഫ് ദ വാട്ടർ. വാട്ടറിന്റെ മാസ് ഇതാണ്. ഓക്കെ, അതിന് നമ്മൾ മോളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ ഗിവൺ മാസിനെ വാട്ടറിന്റെ മോളിക്കുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ആൻസർ കിട്ടും 252.5 കിട്ടും. ഇപ്പൊ നേരത്തെ ചെയ്തതുപോലെ തന്നെ 5 കിലോഗ്രാമിൽ 7.58 അല്ലെ, 7.58 യൂറിയയും 252.5 മോൾ വാട്ടറും ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു, ഫൈൻഡ് ചെയ്തിരിക്കുന്നു. ആൻസറിലേക്ക് എത്തിയിട്ടില്ല. ആൻസർ എത്ര നമുക്കറിയാം. ഈ പറഞ്ഞ പുതിയ മോൾ ഫ്രാക്ഷൻ എത്രയായിരിക്കും? സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 7.5 അഥവാ യൂറിയയുടെ നമ്പർ ഓഫ് മോൾ ഡിവൈഡഡ് ബൈ ഈ പറഞ്ഞ യൂറിയയുടെ നമ്പർ ഓഫ് മോൾ പ്ലസ് നേരത്തെ നമ്മൾ അവസാനം കണ്ടുപിടിച്ച വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾ 252.5 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 260 എന്ന ആൻസർ കിട്ടും. 260 അങ്ങനെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഫൈനൽ ആൻസർ 0.029 എന്നായിരിക്കും കിട്ടുക. 0.029. ഓക്കെ, അപ്പൊ എന്ത് ആൻസർ അതിലേക്ക് വരിക? 0.029 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഓപ്ഷൻ സി ആണ് എന്ത് ചെയ്യുക കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. കേട്ടോ, ഈ ഒരു ആൻസറിലേക്ക് നമ്മൾ എത്താൻ എന്തൊക്കെയാണ് ചെയ്തത്? 3 കാര്യങ്ങൾ ചെയ്ത്. ഒന്ന്, ആദ്യം എന്ത് ചെയ്തു? നമ്മൾ മോൾ ഫ്രാക്ഷൻ അല്ലെ, ആ മോൾ ഫ്രാക്ഷൻ എന്ത് ചെയ്തു? കിട്ടി. അത് വെച്ച് കണ്ട് അതിലുള്ള 1 കിലോഗ്രാമിൽ എത്ര മോൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം ആ സൊല്യൂട്ടിന്റെ എന്ത് ചെയ്തു? നമ്മൾ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. കാരണം സൊല്യൂട്ട് എന്ത് ചെയ്യുന്നില്ല? ഡൈല്യൂട്ട് സൊല്യൂട്ട് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് സൊല്യൂഷൻ ആണ് എന്ത് ചെയ്യുന്നത്? വാട്ടറിന് അവിടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. അപ്പൊ വാട്ടറിന്റെ എന്ത് ചെയ്തു? ആഫ്റ്റർ ഡൈല്യൂഷൻ ഓൺലി വാട്ടറിന്റെ കാര്യമാണ് മാത്രം ഇൻക്രീസ് ചെയ്യുന്നത്. അത് നമ്മൾ എന്ത് ചെയ്തു? മോൾ ഫ്രാക്ഷൻ അവിടെ റീകാൽക്കുലേഷൻ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോഴാണ് ഈ ഫൈനൽ ആൻസറിലേക്ക് എന്ത് ചെയ്തത്? നമ്മൾ എത്തിയത് എന്ന് എന്ത് ചെയ്യുക? നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ വീഡിയോ ഒന്നും കൂടി വാച്ച് ചെയ്ത് നോക്കുക. ഇതേ പറയല്ലേ, ഒറ്റയടിക്ക് ആൻസർ കിട്ടില്ല, കുറച്ച് ടൈം എടുത്തുകൊണ്ട് ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് എന്ന് പറയുന്നത്. ആദ്യം എന്ത് ചെയ്തു? മോൾ ഫ്രാക്ഷൻ എന്താണെന്ന് അറിയണം. അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അത് വെച്ച് നമ്മൾ ആ മാസ് ഓഫ് സൊല്യൂഷൻ കിട്ടി. സൊല്യൂഷന്റെ മാസിൽ നമ്മൾ 1000 ഗ്രാമിലേക്ക് എന്ത് ചെയ്തു? അതിനെ കൺവേർട്ട് ചെയ്തു. കാരണം ക്വസ്റ്റ്യനിൽ 1000 ഗ്രാം ആണ്. അത് വെച്ചുകൊണ്ട് നമ്മൾ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചു. അത് വെച്ചുകൊണ്ട് നമ്മൾ 5 കിലോഗ്രാം ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? 5 കിലോഗ്രാം യൂറിയ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല, വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്ടറിന്റെ എമൗണ്ട് കണ്ടുപിടിച്ചു, മോള് കണ്ടുപിടിച്ചു. ആ മോൾ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അഗൈൻ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചു. സോ വി റീച്ച് ദ ഫൈനൽ ആൻസർ. റെഡി? അപ്പൊ നല്ലൊരു ടഫ് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? സാധിക്കേണ്ടതുണ്ട് എന്ന് എന്ത് ചെയ്യുക? നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഹൗ മെനി മോൾസ് ഓഫ് സോ കോൾഡ് ഇലക്ട്രോൺ ഗ്യാസ് വെയ്റ്റ്സ് 1 കിലോഗ്രാം? അപ്പൊ മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താ? 1 കിലോഗ്രാം ആണ് തന്നത്. ഗിവൺ മാസ് 1 കിലോഗ്രാം ആണ്.
ആരെ കുറിച്ച് പറയുന്നത്? ഇലക്ട്രോണിന്റെ മാസ് കൊണ്ടാണ്. അപ്പൊ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്നൊക്കെ എന്ത് ചെയ്യണം? അവിടെ ഫൈൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, മാത്രമല്ല ആൻസർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫൈനൽ ആൻസർ അല്ല കാണുന്നത്. ഇയാൾ മാത്രമേ ഉള്ളൂ ഫൈനൽ ആൻസർ അവോഗാഡ്രോ എന്ന്. ബാക്കിയൊക്കെ നമ്മൾ ഒരു പക്ഷേ എന്ത് ചെയ്യും? ഈ വാല്യൂ ചെയ്യേണ്ടി വരും. 6.2 ഡിവൈഡ് ബൈ 9.1 ഇൻറ്റു 10⁻54 ഈ വാല്യൂ ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ ഏതായിരിക്കും ആൻസർ എന്ന് വരാൻ എന്ത് ചെയ്യണം? നമുക്ക് ഏകദേശം ഒരു ഐഡിയ അവിടെ ഉണ്ടാവേണ്ടതുണ്ട്. എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മാസ് ഓഫ് ഇലക്ട്രോൺ നമുക്കറിയാം 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം. ഇത് ഓൾറെഡി കിലോഗ്രാമിലാണ് നമ്മൾ 9th സ്റ്റാൻഡേർഡിലേക്ക് പഠിച്ചിട്ടുണ്ടാവും. 1 ഇലക്ട്രോണിന്റെ മാസ് ആണ് ഇത്. നമ്മുടെ കയ്യിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 കിലോഗ്രാം ഉണ്ട്. എടാ 1 കിലോഗ്രാമിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടി ആ 1 കിലോഗ്രാമിനെ ഈ പറഞ്ഞ ഇലക്ട്രോണിന്റെ മാസ് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 1 കിലോഗ്രാം ഡിവൈഡ് ബൈ 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം. ഓക്കെ, ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 1.1 ഇൻറ്റു 10⁻30 വരും. ഓക്കെ, 1.1 ഇൻറ്റു 10 കാൽക്കുലേഷൻ ആണ്. നമുക്കറിയാം ഈ -31 മുകളിലേക്കൊക്കെ പോകും. അപ്പോൾ വരുന്ന വാല്യൂ ചേഞ്ച് ഒക്കെ അനുസരിച്ച് ഫൈനൽ ആൻസർ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 1.1 ഇൻറ്റു 10⁻30 ആയിരിക്കും വരുന്നുണ്ടാവുക. എന്നിട്ട് നമ്മൾ ആദ്യം ഇയാളെ മോളിലേക്ക് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അറിയാം 1 മോൾ എന്ന് പറഞ്ഞാൽ അവോഗാഡ്രോ നമ്പർ ആണ്. ഓക്കെ, അത് ഇലക്ട്രോണിന്റെ കേസിലാകുമ്പോൾ അവോഗാഡ്രോ ഇലക്ട്രോൺ എന്ത് ചെയ്യും? നമ്മൾ പറയുന്നത് മാത്രം. മോളിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മോള് കാണാൻ പല ഇക്വേഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്യുലാർ മാസ്. ഇത് മാസ് തന്നാലാണ്. ഇവിടെ മാസൊന്നുമില്ല. നേരെ മറിച്ച് എന്താ ഉള്ളത്? ഈ പറഞ്ഞ രൂപത്തിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയെന്ന് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ, അതിനെന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? അവോഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? മോള് കാണാനുള്ള ഇക്വേഷൻ കിട്ടും. മോള് കാണാനുള്ള 2-3 ഇക്വേഷൻ ഉണ്ടല്ലോ. വോള്യം ആണെങ്കിൽ ഗിവൺ വോള്യം ഡിവൈഡ് ബൈ ഈ പറഞ്ഞ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടും. അതിലവിടെ പാർട്ടിക്കിൾസ്, ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഒക്കെ ആണെങ്കിലോ ഈ പറഞ്ഞ ആ നമ്പർ ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ എണ്ണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോളിക്യൂൾസ് കിട്ടും. അപ്പോൾ ഇവിടുത്തെ പാർട്ടിക്കിൾ ആരാ? ഇലക്ട്രോൺസ് ആണ്. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാണാൻ നമ്മുടെ കയ്യിൽ എത്രയുള്ളത്? 1.1 ഇൻറ്റു 10⁻30 ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ 6.022 ഇൻറ്റു 10⁻23. ഈ ആൻസർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 1.83 ഇൻറ്റു 10⁻6 മോൾ എന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടി? മോള് കിട്ടി. ഇതാണ് അതിന്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ് എന്നുള്ളതാണ് നമ്മളെ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തത്? ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പക്ഷെ നമുക്കറിയാം ഇങ്ങനൊരു വാല്യൂ എവിടെ ഇല്ല? നമ്മുടെ ആൻസറിലില്ല. നേരെ മറിച്ച് എന്തുള്ളത്? ഇതേപോലുള്ള പല വാല്യൂസ് ഉണ്ട്. ഇപ്പോൾ 100 ഡിവൈഡ് ബൈ 6.02 ഇൻറ്റു 6.022 ഇൻറ്റു 9.11 ഇൻറ്റു 10⁻6 ഇങ്ങനത്തെ വാല്യൂസ് ഒക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ ഓപ്ഷൻ ബി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ 100 ഡിവൈഡ് ബൈ ഈ വാല്യൂ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 54.8 എന്ന് കിട്ടും. 54.8. അപ്പോൾ 100 ഇൻറ്റു 10⁻6 ഡിവൈഡഡ് ബൈ 54.8. ഈ ഒരു ആൻസർ കറക്റ്റ് എന്തിന് ഈക്വൽ ആണ്? നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടുപിടിച്ച ആ വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 1.83 എന്നുള്ളത് ഡയറക്റ്റ് പറയാതെ ക്വസ്റ്റ്യൻ എന്ത് പറഞ്ഞു? ഈ പറഞ്ഞ 100 ഡിവൈഡ് ബൈ 6.02 ഇൻറ്റു 9.11 ഇൻറ്റു 10⁻6 എന്ന് തന്നുള്ളൂ. അപ്പോൾ ആദ്യം ഇതിന്റെ വാല്യൂ എന്ത് ചെയ്തു? നമ്മളൊന്ന് കണ്ടുപിടിച്ച് നോക്കി. കാരണം ചാൻസ് അതാണ്. ചിലപ്പോൾ ഇതിന് കണ്ടുപിടിച്ച് നോക്കേണ്ടി വരും. കാരണം ഫൈനൽ ആൻസർ നമുക്ക് എത്ര കിട്ടിയത്? ഈ ആൻസർ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ആൻസർ ആയിട്ട് വരണം. 1.83ക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഏതാണെന്ന് നോക്കിയിട്ട് നമ്മൾ ആൻസർ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓപ്ഷൻ ബി എന്ന് ആൻസർ കിട്ടും. അപ്പൊ ഇനിയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. ഈ വീഡിയോ നമ്മൾ ഇത്രയും കണ്ടല്ലോ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തല്ലോ. ഒന്ന് ഹോംവർക്ക് അടിച്ചത് അതിന്റെ വാല്യൂ എന്ത് ചെയ്യണം? നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ടൊന്ന് ആൻസർ ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ട്രിക്കുകളൊക്കെ ഞാൻ പറയാം. STPയിൽ 5 ലിറ്റർ ഗ്യാസ് വെയിറ്റ് 7.14. ദ ഗ്യാസ് ഈസ് ഡാഷ്. അപ്പൊ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ, ഇത്രേ ഉള്ളൂ. 5 ലിറ്റർ ആണ് തന്നിരിക്കുന്നത്, വോള്യം തന്നിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഈ പറഞ്ഞ മോള് കാണാൻ പറ്റും. പക്ഷേ അതിന്റെ മാസ് എത്രയാണ്? ഈ പറഞ്ഞ 7.14. അപ്പൊ മോള് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും മാസ് കാണാൻ അറിയാം. ആ മാസ് എത്രയായിരിക്കണം? 7.14 ആയിരിക്കണം. അപ്പൊ മോള് ടു മാസ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മോളിക്യുലാർ മാസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ m ഡിവൈഡഡ് ബൈ മോളിക്യുലാർ മാസ് നമ്മൾ ചെയ്യുമല്ലോ. ഈ n ന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യും? ഇവിടുന്ന് കിട്ടും.
ഈ എമ്മിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എങ്കിൽ ഈ എം നമുക്ക് കണ്ടുപിടിക്കാലോ. ഈ മോളിക്കുലർ മാസ് ഈ പറഞ്ഞവയിൽ ആരുടേതാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ആൻസർ വീഡിയോക്ക് താഴെ എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് ചെയ്യുക. ഈ ചാപ്റ്ററിലെ ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ പ്രോബ്ലംസ് എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യുമ്പോഴാണ് ഇതിലേക്ക് ഒരു ഐഡിയ കിട്ടുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്